Dear friends, welcome back to ARAJU Info Plus YouTube channel. Today's topic is Introduction to Cost Accounting. You know the various branches of accounting. Basically, financial accounting. When financial accounting comes to the level of a company, we can call it as a corporate accounting. As a part of recording cost, there is a branch of accounting that is cost accounting. You know another branch is management accounting. It is the part of decision making. What is cost accounting? Our present topic is cost accounting. In order to ascertain, record and control cost, the term cost accounting is arised. You know the basic and the ultimate objective of business organization is to maximize profit. How can a business organization maximize profit? What is your answer? How can a business organization maximize profit? Lot of ways are there. You have a variety of answers: by maximizing sales, by reducing cost. Lot of ways are there for improving profits. For all these, what will be the best and most suitable way? That is cost reduction. Cost reduction results into the better amount of profit for the firm. സെയിൽസ് വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ ചിലവ് ചുരുക്കുന്നതാണ് ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ലാഭമുണ്ടാക്കാനുള്ള ഏറ്റവും അനുയോജ്യമായതും പോസിബിളായതുമായ മാർഗം. അതിനുള്ള ശ്രമം എന്ന നിലക്കാണ് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന ഒരു അക്കൗണ്ടിംഗ് ശാഖ ഉയർന്നു വരുന്നത്. കോസ്റ്റ് റെക്കോർഡ് ചെയ്യുക. കോസ്റ്റ് എന്ന കൺസെപ്റ്റ് അനലൈസ് ചെയ്തുകൊണ്ട്, കീറി മുറിച്ചുകൊണ്ട്, കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന ഒരു പ്രത്യേക ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിംഗ്, ദാറ്റ് ഈസ് കോസ്റ്റ് അക്കൗണ്ടിംഗ്. ലാഭം പരമാവധിയാക്കണമെങ്കിൽ കോസ്റ്റ് കൺട്രോൾ ചെയ്യുകയും കോസ്റ്റ് ചുരുക്കുകയും ചെയ്യൽ അത്യാവശ്യമാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് കൊണ്ട് ചിലവ് ചുരുക്കാനോ ചിലവ് നിയന്ത്രിക്കാനോ കഴിയില്ല. ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ഹിസ്റ്റോറിക്കൽ റെക്കോർഡിംഗ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഓൾറെഡി ഇൻകേർഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യൽ മാത്രമാണ്. കോസ്റ്റ് അക്കൗണ്ടിംഗ് ഈസ് ഡെവലപ്ഡ് ടു മീറ്റ് ദ ചാലഞ്ചസ് ഓഫ് റെഡ്യൂസിംഗ് ആൻഡ് കൺട്രോളിംഗ് കോസ്റ്റ് ഇൻ ദ മോഡേൺ കോമ്പറ്റേറ്റീവ് എൻവയോൺമെൻറ്റ്. ചിലവ് ചുരുക്കിയാൽ മാത്രമേ ഇന്നത്തെ കഴുത്തറൊപ്പൻ മത്സരം നിലനിൽക്കുന്ന ആധുനിക വിപണിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ ചിലവ് ചുരുക്കൽ വളരെ അത്യാവശ്യമാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഈസ് കൺസിഡേർഡ് ടു ബി ദ ഫാദർ ഓഫ് അക്കൗണ്ടിംഗ് സിസ്റ്റം, ബട്ട് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ലിമിറ്റേഷൻസ്. These limitations gave birth to cost accounting. അടിസ്ഥാന ശാഖയായിട്ടുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് ഒരുപാട് പോരായ്മകളുണ്ട്. ഈ പോരായ്മകളിൽ നിന്നുമാണ് കോസ്റ്റ് അക്കൗണ്ടിംഗ് പിറവിയെടുക്കുന്നത്. ചെലവ് നിയന്ത്രിക്കുക, ചെലവ് ചുരുക്കുക എന്നുള്ള ഉദ്ദേശങ്ങളുമായി കോസ്റ്റ് അക്കൗണ്ടിംഗ് ഉയർന്നു വരുന്നു. അതാണ് പശ്ചാത്തലം. ദാറ്റ് ഈസ് ദ ഫങ്ഷൻ പെർഫോംഡ് ബൈ കോസ്റ്റ് അക്കൗണ്ടിംഗ് ടു റെഡ്യൂസ് കോസ്റ്റ്, ടു കൺട്രോൾ കോസ്റ്റ്. ഓക്കെ, യൂണിറ്റ് വൈസ്, കാറ്റഗറി വൈസ്, per unit cost.
കണ്ടുപിടിക്കുകയും പലതരത്തിലുള്ള ടെക്നിക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നതിലൂടെ കോസ്റ്റ് നിയന്ത്രിക്കാനും കോസ്റ്റ് ചുരുക്കാനും സാധിക്കുന്നു. That is the specific branch of accounting, that is cost accounting. The term cost accounting consists of two words, cost and accounting. Cost and accounting. What is cost? First of all, what is cost? Cost simply means the price paid for something. The price paid for something. എന്തോ ഒരു ബെനിഫിറ്റ് ലഭ്യമാകാൻ വേണ്ടി വന്ന ചെലവിനെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരു സേവനം, അതിൻ്റെ ബെനിഫിറ്റ് അനുഭവിക്കാൻ വേണ്ടി എന്ത് ചെലവ് വന്നോ, ദാറ്റ് ഈസ് സിംപ്ലി കോസ്റ്റ്, ദ പ്രൈസ് പെയ്ഡ് ഫോർ സംതിങ്. ICMA London defines cost as the amount of expenditure incurred on or attributable to a specified thing or activity. ഇതാണ് കോസ്റ്റ് എന്ന ടേമിന് ICMA ലണ്ടൻ നൽകുന്ന ഡെഫിനിഷൻ. The amount of expenditure incurred on or attributable to a specified thing or activity. ഒരു പ്രത്യേക കാര്യം ചെയ്യുന്നതിന് വേണ്ടി ഓൾറെഡി സംഭവിച്ച അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന. In accountancy, you know, paid and payable both have same place, same position in accounting. Then cost incurred or attributable to a specified thing or activity, that is called cost in the words of ICMA London. What is costing? Costing simply means finding out the cost of product or service by any method or technique. കോസ്റ്റ് കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്കാണ്, ആ ഒരു പ്രവർത്തനത്തിനാണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ്, ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് ടെക്നിക്സ്. ലഭ്യമായ വഴികളിലൂടെ, ടെക്നിക്കുകളിലൂടെ കോസ്റ്റ് കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്കാണ്, പ്രവർത്തനത്തിനാണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ICMA London defines costing as the technique and process of ascertaining the cost. കോസ്റ്റ് കണ്ടെത്തുന്ന പ്രക്രിയ അല്ലെങ്കിൽ ടെക്നിക്, that is called costing. Okay. The term costing is mathematically defined as costing is equal to technique of ascertaining cost plus process of ascertaining cost. That is costing. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണാലിറ്റി വരികയാണ് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ. സാധാരണ നിലയിൽ കോസ്റ്റ് കണ്ടെത്തുന്നു, അതിൻ്റെ കൂടെ എന്തുകൂടെ ചേരുകയാണ്? ടെക്നിക്ക് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ്. ടെക്നിക്കും മാനുവൽ പ്രോസസ്സും ചേർന്നതാണ് കോസ്റ്റിംഗ്. ടെക്നിക്ക് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ് പ്ലസ് പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ്. ടെക്നിക്കുകൾ ഉപയോഗിക്കണം, കോസ്റ്റ് കണ്ടെത്തണം. സോ ദാറ്റ് ഈസ് കോസ്റ്റിംഗ്. ഇൻ ഷോർട്ട്, കോസ്റ്റിംഗ് ഈസ് ദ പ്രൊസീജിയർ ടു മെഷർ ദ കോസ്റ്റ്. Our topic is cost accounting. The name of our subject is cost accounting. When this process comes to the field of profession, it is called cost accounting. Cost accounting is the process of accounting for cost.
Cost accounting is the process of accounting for cost. Accounting for cost. അക്കൗണ്ടൻസി ലെവലിലേക്ക് വരുന്ന സമയത്ത് കോസ്റ്റിംഗ് എന്നുള്ള കൺസെപ്റ്റ് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന രൂപത്തിൽ മാറ്റം സംഭവിക്കുന്നു. ദാറ്റ് ഈസ് കോസ്റ്റ് അക്കൗണ്ടിംഗ്. കോസ്റ്റ് അക്കൗണ്ടിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് അക്കൗണ്ടിംഗ് ഫോർ കോസ്റ്റ്. ഫൈൻഡിങ് കോസ്റ്റ് കണ്ടെത്തുന്നത് പ്രൊഫഷനിലേക്ക് വരുമ്പോൾ കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നു. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് അക്കൗണ്ടിംഗ് ഫോർ കോസ്റ്റ് ഫ്രം ദ പോയിൻറ്റ് അറ്റ് വിച്ച് ദ എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകേർഡ് ഓർ കമ്മിറ്റഡ് to the establishment of its ultimate relationship with the cost center and the cost unit. കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യുന്ന പ്രക്രിയയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഏത് പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് കോസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത്? കോസ്റ്റ് സെൻറ്റർ ആൻഡ് കോസ്റ്റ് യൂണിറ്റ്. We will discuss about it later. What is cost center and cost unit? What are the differences between cost center and cost unit? Understand here that various cost of various products, department wise cost, directly attributing the cost, apportionment of the cost, allocation of the cost, reapportionment of the cost, all things will come under cost accounting. Maximum attribution of cost to a particular cost center as well as cost units in order to finding the right place where the cost is to be attributable. That is cost accounting. Financial accounting ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ റെക്കോർഡിംഗ് ഓഫ് ഡാറ്റ, ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക മാത്രമാണ്. ആൻഡ് ഫൈൻഡിങ് ഓപ്പറേറ്റിംഗ് റിസൾട്ട്. ഇവിടെ പെർ യൂണിറ്റ് കോസ്റ്റ് ആസ് വെൽ ആസ് ഡയറക്റ്റ് ആട്രിബ്യൂഷൻ ഓഫ് കോസ്റ്റ് ടു എ പർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്റർ, കോസ്റ്റ് യൂണിറ്റ് ഈസ് നോട്ട് പോസിബിൾ. സോ there arise the need of a new branch of accounting, that is cost accounting. Cost accounting is mathematically defined as cost accounting is equal to costing plus application of cost control methods plus ascertainment of profitability. You know, the ultimate objective of accounting is to measure profitability. Routine recording as well as at the end ascertainment of profitability. Then cost accounting is mathematically defined as costing plus application of cost control methods plus ascertainment of profitability. Okay, this is the meaning and definition of cost accounting. Now we have to check what are the various objectives of cost accounting. The main objectives of cost accounting are, first of all, to ascertain cost, to find out cost. Finding cost is the first objective of cost accounting. First objective of cost accounting, ascertainment of cost. Examining in detail various elements of cost, that is material cost, labor cost, overheads. Ascertaining cost element wise, studying in detail about various elements, that is material cost. How can ascertain material cost, labor cost, overhead cost. Second one is to control cost, controlling cost by using various techniques, marginal costing, standard costing. By using variety of techniques, controlling cost. Third one is to determine selling price. Selling price fix ചെയ്യുക എന്നുള്ളത്, സെയിൽസ് പ്രൈസ് തീരുമാനിക്കുക.
This is also with the utilization of cost accounting techniques. Marginal costing, CVP analysis helps in determining selling price, break-even point, margin of safety. Lot of techniques are there. We will discuss about all these techniques in our future classes. Next objective is to ascertain the profit of each activity. Unit costing, process costing, some of the methods of costing. These helps in finding profit of each activity. Another objective is to assist management in decision making. Management can take appropriate decisions with the utilization of cost accounting techniques. By using variety of methods and techniques in cost accounting, management can take appropriate, apt and suitable decisions. Another objective is to ascertain the profitability of different products, jobs or work orders. Unit costing, job costing, contract costing, lot of methods are there. By availing the benefit of all these methods, profitability of different products, jobs or work orders can be ascertained. One more objective is to control and reduce wastage. One of the most important challenges faced by the business organization is elimination of wastage. Cost accounting helps in controlling and reducing wastages. Process costing, standard costing and other methods helps an organization to control and reduce wastages. Okay, these are the various objectives of cost accounting. Friends, ഇന്നത്തെ വീഡിയോയിൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പ്രാഥമികമായ ചില കാര്യങ്ങളാണ് നമ്മൾ ചർച്ചയിൽ കൊണ്ടുവന്നത്. What is cost? What is costing? What is cost accounting? How can define all these cost, costing, cost accounting എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത്. And also what are the various main objectives of cost accounting? Ascertainment of cost, controlling of cost, determination of selling price, ascertainment of profit of each activity, decision making of management, profitability of different products, jobs or work orders, reduction of wastages. You can ask your queries over WhatsApp. You can mail your doubts. Let us see again with the continuation of introduction to cost accounting. The next topic is differences between financial accounting and cost accounting. Okay friends, see you later. Thanks for all. ഈ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായും രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.